നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US-ൽ വെള്ളിയാഴ്ചയായിരുന്നു ഫെഡറൽ റിസർവ് ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം ദി ടൈം ഹാസ് കം എന്നതായിരുന്നു. അതായത് സെപ്റ്റംബറിൽ അവിടെ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന സൂചനകൾ ഫെഡറൽ റിസർവ് ജെറോം പവൽ പറയുകയുണ്ടായി. ഇതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട US മാർക്കറ്റുകളെല്ലാം 1% മുകളിൽ നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. മാത്രമല്ല സ്മോൾ ക്യാപ് ഇൻഡെക്സ് റസൽ 2000 3% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. മാത്രമല്ല ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ഇന്ത്യയും ബ്രസീലും എത്തനോൾ ഉൽപാദനത്തിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നു. ഇത് ഇന്ത്യയുടെ ഷുഗർ ഇൻഡസ്ട്രിക്ക് വലിയ ഒരു പോസിറ്റീവ് വാർത്തയായി വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അദാനി പവറുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് വാർത്ത കൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ വാർത്ത ഓട്ടോ സെഗ്മെന്റിൽ നിന്നുള്ളതാണ്. ഓട്ടോ സെയിൽസ് സെഗ്മെന്റിൽ ഏറ്റവും സ്ട്രോങ് ആയി ഇപ്പോൾ ഉള്ളത് ഹൈബ്രിഡ് വെഹിക്കിൾ സെയിൽസ് ആണ്. ഇന്ത്യൻ വാഹന വിപണി മന്ദഗതിയിലായ സമയത്ത് പോലും ഹൈബ്രിഡ് വാഹന വിൽപ്പനയിൽ ഒരു കുതിച്ചുചാട്ടം കണ്ടിരുന്നു. അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികളുടെ പേര് കൂടി നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ശക്തമായ ഹൈബ്രിഡ് വാഹന വിൽപ്പനയിലെ വളർച്ചയാണ് നമുക്ക് ജൂൺ മാസത്തിൽ കാണാൻ സാധിച്ചത്. ജൂൺ പാദത്തിൽ വിൽപ്പന 62.5% വർദ്ധിച്ചു. മൊത്തം 23,394 യൂണിറ്റുകളാണ് വിറ്റത്. മൊത്തത്തിലുള്ള ആഭ്യന്തര യാത്രാ വാഹന വിൽപ്പനയിൽ വെറും 3% വർധനവ് മാത്രമാണ് ജൂൺ മാസത്തിൽ കണ്ടത്. അതേസമയം ഇലക്ട്രോണിക് വാഹന വിൽപ്പനയിൽ ഏകദേശം 22,000 യൂണിറ്റിലും എത്തി. അത് ഏറെക്കുറെ ഫ്ലാറ്റായ രീതിയിലുമായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഹൈബ്രിഡ് കാർ വിൽപ്പനയിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായത്. ഉയർന്ന ഫ്യൂവൽ പ്രൈസുകളും കൂടാതെ ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പോലുള്ള ഗവൺമെന്റുകൾ വൈദ്യുതി വാഹനങ്ങൾക്ക് പുറമെ ഹൈബ്രിഡ് വാഹനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഇതൊക്കെ തന്നെയാവാം ഹൈബ്രിഡ് വാഹന വിൽപ്പനയിൽ ഒരു ഉണർവുണ്ടാവാൻ കാരണമായിട്ടുണ്ടാവുക. ഇനി ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നിലവിൽ ഇന്ത്യൻ വാഹന വിപണിയിൽ 2% വിപണി വിഹിതമാണ് ഉള്ളത്. ഇനി ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ടൊയോട്ട ആണ് ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളിൽ കൂടുതൽ സെയിൽസ് നടത്തുന്നത്. അതിനുശേഷം ഹോണ്ടയും അതിനുശേഷം മാരുതി സുസുക്കിയും എന്നുള്ള കമ്പനികളാണ് കൂടുതൽ സെയിൽസ് നടത്തുന്നതായിട്ട് കാണുന്നത്. മറ്റൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയുള്ളത് അദാനി പവറുമായി ബന്ധപ്പെട്ടതാണ്. ജാർഖണ്ഡിലെ പ്ലാന്റിൽ നിന്ന് വിതരണം ചെയ്ത വൈദ്യുതിക്ക് അദാനി പവറിന് ബംഗ്ലാദേശ് ഗവൺമെന്റ് ഏകദേശം $800 മില്യൺ കുടിശ്ശിക വരുത്തി കഴിഞ്ഞു. ഇപ്പോൾ നടന്ന സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും വലിയൊരു കുടിശ്ശിക ഇപ്പോൾ ഇതിനോടകം അദാനി പവറിന് വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ 2 പഞ്ചസാര ഉൽപാദകരായ ബ്രസീലും ഇന്ത്യയും എത്തനോൾ ഉൽപാദന സാങ്കേതിക വിദ്യയിൽ സഹകരണം ശക്തമാക്കുന്നു. WTO-യിലെ പഞ്ചസാര സബ്സിഡികൾ സംബന്ധിച്ച അവരുടെ വ്യാപാര തർക്കം ഫലപ്രദമായി പരിഹരിക്കുന്നു. എത്തനോൾ ഉൽപാദനത്തിന് ബ്രസീൽ ഇന്ത്യക്ക് സാങ്കേതിക പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ സഹകരണം ആഗോള പഞ്ചസാര മിച്ച ഉൽപാദനം പരിഹരിക്കാനും വിലയിടിവ് തടയാനും സഹായിക്കും. ഏതായാലും ബ്രസീലുമായിട്ടുള്ള നീണ്ടകാലത്തെ ഈ ഒരു പ്രശ്നം പരിഹാരം കണ്ടതോടെ വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഷുഗർ ഇൻഡസ്ട്രിക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം ഷുഗർ പ്രൈസസ് സ്റ്റെബിലൈസ് ആവും. ഇതോടെ ഷുഗർ മിൽസിന്റെ റവന്യൂ കൂടാൻ സാധ്യതയുണ്ട്. എക്സ്പോർട്ട് വർദ്ധിക്കും. ഇതുകൂടാതെ വലിയ ബെനിഫിറ്റ് എന്നത് ബ്രസീലിന്റെ സപ്പോർട്ട് ലഭിക്കുന്നതിലൂടെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം TCI ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 13,33,333 ഇക്വിറ്റി ഷെയറുകളുടെ ഒരു ഓഹരിക്ക് 1,200 രൂപ നിരക്കിൽ മൊത്തം 159 കോടി രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യുന്നതിന് കമ്പനി ഡയറക്ടർ ബോർഡിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. സെപ്റ്റംബർ 4 റെക്കോർഡ് തീയതിയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ബീറ്റ മെറ്റ്സോൺ വെലറൈറ്റ് ഫോം 0.12% എന്നതിനുള്ള ചുരുക്കിയ പുതിയ ഡ്രഗ് ആപ്ലിക്കേഷന് കമ്പനിക്ക് US FDA-യിൽ നിന്നും അംഗീകാരം ലഭിച്ചു. അടുത്തത് കരൂർ വൈശ്യ ബാങ്കാണ്. കരൂർ വൈശ്യ ബാങ്കിന്റെ 9.99% ഓഹരികൾ ഏറ്റെടുക്കാനുള്ള SBI മ്യൂച്വൽ ഫണ്ടിന്റെ നിർദ്ദേശത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. അടുത്തതായി ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്തുള്ള കമ്പനിയുടെ ഫോർമുലേഷൻസ് നിർമ്മാണ കേന്ദ്രത്തിനായി 3 നിരീക്ഷണങ്ങളോടെ ഫോം 483 പുറത്തിറക്കി. 2024 ഓഗസ്റ്റ് 19 മുതൽ ഓഗസ്റ്റ് 23 വരെയാണ് പരിശോധന നടത്തിയത്. അടുത്തതായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന്റെ നിഫ്റ്റി ഇക്വിറ്റി സൂചികയുടെ പുനഃസംഘടന പ്രഖ്യാപിച്ചു.
അതായത് സെപ്റ്റംബർ 30 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിഫ്റ്റി 50 ഭാരത് ഇലക്ട്രോണിക്സും ട്രെൻഡും ഉൾപ്പെടും. ഡിവിസ് ലബോറട്ടറീസും LTI മൈൻട്രി എന്നീ സൂചികകളാണ് ഒഴിവാക്കപ്പെടുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബിർള സോഫ്റ്റ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഗ്രാനുൽസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ എനർജി എക്സ്ചേഞ്ച്, ഇന്ത്യ സിമൻസ്, നാൽക്കോ, RBL ബാങ്ക്, സൺ TV നെറ്റ്വർക്ക് തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന ചില കമ്പനികൾ മണപ്പുറം ഫിനാൻസ്, ധ്രുവ് കൺസൾട്ടൻസി സർവീസസ്, വെൽക്ക സ്റ്റീൽസ് തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ഡേറ്റ് ഫോർ ബൈബാക്ക് ആയി വരുന്നത് VLC ഫിനാൻസ്. ഇന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 11 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. ഇനി ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ സ്റ്റുഡൻസിന് ലഭിക്കുന്നതിനായിട്ട് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച US വെച്ച് നടന്ന ജാക്സൺ ഹോൾ മീറ്റിംഗും തുടർന്ന് നടന്ന ജെറോം പവലിന്റെ സ്പീച്ചും എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. ഈ ആഴ്ച അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും USന്റെയും GDP ഗ്രോത്ത് റേറ്റ് പുറത്തു വരുന്ന ആഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചത്തെ പ്രധാനപ്പെട്ട ഇവന്റായി വരുന്നത് ഓഗസ്റ്റ് 26-ന് US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച ഓഗസ്റ്റ് 27-ന് പുറത്ത് വരുന്ന ഒരു IPO, അതായത് ഓപ്പൺ ആവുന്ന IPO പ്രീമിയർ എനർജീസ് ആണ്. ചൊവ്വാഴ്ച തന്നെ US ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരും. ബുധനാഴ്ച US ക്രൂഡ് ഓയിൽ സ്റ്റോക്സ് ചേഞ്ച് ഡാറ്റയും, വ്യാഴാഴ്ച ഓഗസ്റ്റ് 29-ന് യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ, US GDP ഗ്രോത്ത് റേറ്റ്, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവയാണ് പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച യൂറോ ഏരിയ ഇൻഫ്ലേഷൻ ഡാറ്റ, യൂറോ ഏരിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, യൂറോ ഏരിയ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, ഇന്ത്യയിൽ നിന്ന് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ GDP ആനുവൽ ഗ്രോത്ത് റേറ്റ് പുറത്തു വരും. ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റ് വാല്യൂ ഡാറ്റയും പുറത്തു വരും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു വീക്ക് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ആദ്യമായി മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും കഴിഞ്ഞ ആഴ്ച 1% മുകളിൽ ഉയർന്നു. നിഫ്റ്റി മെറ്റൽസ് ആണ് കഴിഞ്ഞ ആഴ്ച നല്ല നേട്ടമുണ്ടാക്കിയ ഒരു സെക്ടറായി വരുന്നത്. 3% ഉയർന്നത്. ഹിൻഡാൽകോ കഴിഞ്ഞ ആഴ്ച 8% ഉയർന്നു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ സൺ ഫാർമ, HUL, അപ്പോളോ ഹോസ്പിറ്റൽ എന്നിവ 52 വീക്ക് ഹൈ ടച്ച് ചെയ്തു. സെബി സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്ന് അനിൽ അംബാനിയെ ബാൻ ചെയ്തതോടെ റിലയൻസ് ഇൻഫ്ര 10% ഇടിഞ്ഞു. റിലയൻസ് പവർ 5% ഇടിഞ്ഞു. നിഫ്റ്റിയിലേക്ക്. ഓവറോൾ ട്രെൻഡ് നിഫ്റ്റിയിൽ ഇപ്പോഴും പോസിറ്റീവായി തന്നെ തുടരുന്നു. ക്ലോസിംഗ് ബേസിസിൽ 24,800 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റിയെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു പ്രധാനപ്പെട്ട സെല്ലിംഗ് സോൺ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ഗ്യാപ്പ് ഏരിയ ആയ 24,850 മുതൽ 24,960 വരെയുള്ള ആ ഒരു ഗ്യാപ്പ് സോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്സൈഡിലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം പിന്നീട് 25,078 എന്ന ഓൾ ടൈം ഹൈ ലെവലുമായിരിക്കും. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു ലെവൽ 24,700 ആണ്. 20-യുടെ SMA ഉള്ളത് ആ ലെവലിലാണ്. പിന്നീട് ഡൗൺ സൈഡിൽ 24,600 മുതൽ 650 വരെയുള്ള ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ വെള്ളിയാഴ്ച ഫോം ആയത്. വീക്ക്ലി ചാർട്ടിലാണെങ്കിൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിലുമാണ് ഫോം ആയിരിക്കുന്നത്. അതായത് നിഫ്റ്റി കഴിഞ്ഞ 2 ആഴ്ചയും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച 1% മുകളിൽ നേട്ടമുണ്ടാക്കി. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 25,500-ഉം അതിനുശേഷം 24,800 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,800 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഇപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 24,800 എന്ന ATM സ്ട്രൈക്കിൽ 83% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 58% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് ആണത്. അടുത്തതായി 24,750 സ്ട്രൈക്കിൽ 100% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 94% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. അടുത്ത സ്ട്രൈക്ക് 24,850 ആണ്. പുട്ട് സൈഡിലെ ഈ സ്ട്രൈക്കിലും 185% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് കാണുന്നത്.
കോൾ സൈഡിൽ 141% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് ചെറിയ മുൻതൂക്കമുണ്ട് എന്ന് കാണാം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 50,933 52 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു ചെറിയ ബിയറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാത്രമല്ല ഒരു ഹയർ ടോപ്പ് ഹയർ ബോട്ടം ഫോർമേഷൻ ആണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അത് പോസിറ്റീവായി തന്നെ കാണാം. ഡൗൺ സൈഡിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ലെവൽ 50,750 മുതൽ 50,700 വരെയുള്ള സോണാണ്. അപ്സൈഡിൽ 51,000 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 6 ദിവസത്തെ ഇടിവിന് ശേഷം വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് ഉയർന്നു. 4.25 എന്ന നിലയിൽ ക്ലോസ് ചെയ്യുന്നത് 13.55 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FID ആക്ടിവിറ്റിയാണ്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും FIS ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 1,944 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 2,896 കോടി രൂപയ്ക്കും ബൈ ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ FISനും DIsനും വലിയ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇൻഡെപ്തായി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം സ്റ്റുഡൻസിനായി നടത്തുന്നുണ്ട്. തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. സെപ്റ്റംബറിൽ സെൻട്രൽ ബാങ്ക് അതിന്റെ പ്രധാന പോളിസി നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഉറപ്പിച്ച US ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് വെള്ളിയാഴ്ച നടന്നിരുന്നു. അതിനുശേഷം US മാർക്കറ്റുകളെല്ലാം ശക്തമായി തന്നെയാണ് കുതിച്ചുയർന്നത്. ഡൗ ജോൺസ് 1.14% ഉയർന്നു. S&P 500 1.15%, നാസ്ഡാക്ക് 1.47% ഉയർന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായ കാര്യം ദി ടൈം ഹാസ് കം എന്നാണ്. അതായത് റേറ്റ് കട്ടിനുള്ള സമയമായി എന്ന് തന്നെയാണ്. തൊഴിൽ വിപണി കൂടുതൽ ദുർബലമാകുന്നത് ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ അടുത്ത മാസത്തെ നയയോഗത്തിൽ നിരക്ക് കുറയ്ക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഇത് 4 വർഷത്തിനിടയിലെ ആദ്യത്തെ റേറ്റ് കട്ടുമായിരിക്കും. ശ്രീ ജെറോം പവലിന്റെ സ്പീച്ച് പുറത്തു വന്നതോടെ മെഗാ ക്യാപ് സ്റ്റോക്കുകളിലേക്ക് നല്ല റാലി കണ്ടു. എൻവിദിയ, ആപ്പിൾ, ടെസ്ല എന്നിവ നേട്ടമുണ്ടാക്കി. അതിൽ സ്മോൾ ക്യാപ് സെഗ്മെന്റ് ആണ് വലിയ നേട്ടത്തിലേക്ക് പോയത്. 3% ഉയർന്നു. സെക്ടറുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയത് ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു. 4.9% ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് IT സെക്ടറും അതുപോലെ ബാങ്കിങ് സെക്ടറും ഫോക്കസിലുണ്ടായിരിക്കും. ഈ ആഴ്ച US സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ധാരാളം പ്രധാനപ്പെട്ട ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. സെക്കൻഡ് ക്വാർട്ടർ GDP നമ്പേഴ്സ്, അതുപോലെ PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. എന്നാൽ വിപ്രോ 0.16% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ICICI ബാങ്ക് 0.92% നേട്ടത്തിലും HDFC ബാങ്ക് 1.53% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.54% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.6% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഡൗ ജോൺസ് 0.04% നേട്ടത്തിൽ, S&P 500 0.08% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും ശക്തമായ നിലയിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.48% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.76% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.70% നേട്ടത്തിലും, സ്റ്റോക്ക് 600 0.5% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. US ഡോളറിനെതിരെ ബ്രിട്ടീഷ് പൗണ്ട് നേട്ടമുണ്ടാക്കി. 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. യൂറോപ്പിൽ വെള്ളിയാഴ്ച നെസ്ലെ ഏകദേശം 4% ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ നെസ്ലെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്കസിലുണ്ടായിരിക്കും. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡാക്സ് 0.21% ഇടിവിലും, CAC 0.07% ഇടിവിലും, FTSE 0.04% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇസ്രയേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള ട്രേഡിംഗ് സ്ട്രൈക്കുകൾ എന്നിവയിൽ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ തിങ്കളാഴ്ച ഏഷ്യ പസഫിക് വിപണികൾ സമ്മിശ്രമായാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,916.50 എന്ന നിലയാണ്. 74 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് സാധ്യതയുള്ളത് 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.82% ഇടിവിലാണ്.
തായ്വാൻ മാർക്കറ്റ് 1.20% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകൾ വെള്ളിയാഴ്ച നൽകിയതോടെ US ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 2%-ലധികം ഉയർന്നു. എന്നാൽ ചൈനയിലെ ഡിമാൻഡ് കുറയുന്നത് കഴിഞ്ഞ ആഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയാനുള്ള ഒരു കാരണവുമായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $78.60 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.59% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $75.41 പെർ ബാരൽ എന്ന നിലയിൽ 0.78% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ, നമ്മൾ അറിയേണ്ട വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ വാർത്തകളെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, ET Now, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിലും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.